ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫീമെയിൽ ക്രോക്കിയിൽ എങ്ങനെ കളർ ചെയ്തെടുക്കാം, റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. നമുക്ക് ബോഡി ടോൺസ് അറിയാലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി ടോൺസ് ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊതുവെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, അതാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഞങ്ങൾ വാട്ടർ കളർ വെച്ചിട്ടായിരുന്നു, വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഇതിൽ റെൻഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇന്നലത്തെ ട്യൂട്ടോറിയലിൽ, ലാസ്റ്റ് ട്യൂട്ടോറിയലിൽ നമ്മൾ ഫീമെയിൽ ക്രോക്കി എങ്ങനെ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ ഷേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് പഠിച്ചു അല്ലേ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോഡി കളറ് റെൻഡർ ചെയ്യണം. ഒരു ന്യൂഡ് ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെഡ്ലറിൻ്റെ വാട്ടർ കളർ പെൻസിൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ഞാൻ ഏത് കളേഴ്സാണ് ഉപയോഗിക്കാറ് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് കാണാത്തവർ കണ്ടോളൂ കേട്ടോ. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കളേഴ്സ് ഏതാണ് ഉപയോഗിക്കുക, ഏത് കമ്പനിയാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൽ ഞാൻ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ, ഓക്കെ, സ്റ്റെഡ്ലറിൻ്റെ തന്നെ ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഒരു കളർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ന്യൂഡ് ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്ത് വേണം, വാട്ടർ ബ്രഷ് വേണം. പിന്നെ ഇടയ്ക്ക് ഷാർപ്പൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ ഒരു പെൻസിലിൻ്റെ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊട്ടി പോകും. അതാണ് ഈ ഒരു പെൻസിലിൻ്റെ പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കളറ് വരാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ല കമ്പനി തന്നെയാണ്, നല്ല പെൻസിലാണ്. ഇതിൽ വരുന്ന കുറച്ചൊരു ഡ്രോബാക്സ് പോലെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷാർപ്നർ വേണം, പിന്നെ ഒരു ഇറേസർ വേണം. ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു വേസ്റ്റ് ക്ലോത്തും കൂടെ വേണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ഇങ്ങനെ നമുക്ക് ഒന്ന് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അടുത്ത് ഇതെപ്പോഴും കരുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ മാർക്ക് കാണാതിരിക്കാൻ വളരെ നൈസായിട്ട് വരയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ നൈസായിട്ട് വരയ്ക്കുമ്പം ഇതിൽ വിസിബിലിറ്റി കുറവാണ് വീഡിയോസിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ വരച്ചത്. അപ്പോൾ ഇത്ര കട്ടി വേണ്ട നമുക്ക്. ഇതിൻ്റെ കളർ ചെയ്യുമ്പോഴെല്ലാം എന്താക്കുക, നമുക്ക് ഈ കട്ടി ഒന്ന് കുറയ്ക്കാം. പെൻസിലിൻ്റെ ഈ ഒരു ജസ്റ്റ് നമുക്ക് ആ ഒരു ബോർഡർ മാത്രം കിട്ടിയാൽ മതി. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നൈസായിട്ടൊന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. നൈസായിട്ട് റബ്ബ് ചെയ്യുന്നുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് റബ്ബ് ചെയ്ത് നമുക്ക് കാണൂലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നൈസായിട്ട് ഞാൻ ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട്, ഇത്ര കട്ടി വേണ്ട എന്നുള്ളത് കൊണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെൻസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യാൻ മീൻസ് റെൻഡർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഷാർപ്പൻ ചെയ്താൽ പിന്നെ പൊട്ടി പോകും. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് നൈസായിട്ട് റെൻഡർ ചെയ്ത് കൊടുക്കണ്ടേ. പണ്ട് സ്റ്റെഡ്ലറിൻ്റെ പെൻസിലിൽ സെയിം ന്യൂഡ് കളറ് ഉണ്ടായിരുന്നു പോലും പെൻസിൽ. ഇത് ഞാൻ 42 ഷെയ്ഡ്സോ 45 അങ്ങനെ വരുന്ന വലിയ തന്നെയാണ് വാങ്ങിയത്. പല ഷെയ്ഡ്സും വരുന്ന അത് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിലും ആ ഒരു ഷെയ്ഡ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് പല ടൈപ്പ് ബോഡി ടോൺ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പതുക്കെ ഓരോ ട്യൂട്ടോറിയൽസിലായിട്ട്, ഇത് എളുപ്പവഴിയാണ് ഞാൻ കാണിക്കുന്നത്, ഏറ്റവും എളുപ്പവഴി.
ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രൗൺ കളർ കൊടുക്കുക. ബ്രൗൺ കളർ കൊടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ, വല്ലാതെ അങ്ങ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഈ ബോർഡേഴ്സ് വരുമല്ലോ, അവിടെ കുറച്ച് കട്ടിയിൽ കൊടുക്കുക. സോ നമ്മൾ കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് പെൻസിലിനെ കൊണ്ട് റെൻഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വാട്ടർ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. ഞാൻ കയ്യിൽ തന്നെ, ഞങ്ങളെ പഠിപ്പിച്ച മിസ്സുണ്ട്, മിസ് ഇങ്ങനെ ചെയ്യാറ്, അതിപ്പോൾ ശീലമായിപ്പോയി. ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാറാണ് കേട്ടോ. ഓക്കെ, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഇത് നമുക്ക് ബുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയൊരു കാര്യമില്ല കേട്ടോ. ബുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിക്കേണ്ടിയൊക്കെ വരും. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, നമ്മളെന്തൊക്കെ ബോർഡറിലേക്ക് ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ പോകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവാറില്ല പൊതുവെ. അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒരു ശരിക്കൊരു വൃത്തിക്ക് കിട്ടാറില്ല. ഓരോ തവണ ചെയ്യുമ്പോഴും ജസ്റ്റ് ഇതൊന്ന്, ഈ വാട്ടർ ബ്രഷ് ഒന്ന് യൂസ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വാട്ടർ ബ്രഷ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ വെള്ളം വരും. വെള്ളം വരുമ്പോൾ ഒന്ന് കഴുകി കൊടുത്താൽ മതി. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ വെള്ളം വരും, കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക.
യെസ്, മാക്സിമം സ്ട്രോക്സ് ഒന്നും വരാതെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ന്യൂഡ് ഫിഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റീസിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളറ് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വൈറ്റായിട്ട് തന്നെ അവിടെ ലീവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യാറ്, ഒരു ക്രോക്കി എളുപ്പത്തിൽ കളർ ചെയ്യാറ് കേട്ടോ, റെൻഡർ ചെയ്യാറ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് വാട്ടർ കളർ വെച്ചിട്ട് ബോഡി ടോൺസ്, സ്കിൻ ടോൺസ് ഒക്കെ പല ടൈപ്പ് സ്കിൻ ടോൺസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. വാട്ടർ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതണു. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചിത്രവസ്ത്രം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ നമുക്ക് മെയിൽ ബ്ലോക്ക് ഫിഗർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ മെയിൽ ബ്ലോക്ക് ഫിഗറിൽ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും അതിലെങ്ങനെ ഇനി കളർ ചെയ്യുക എന്നുള്ളതും റെൻഡർ ചെയ്യുക എന്നുള്ളതും നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ക്രോക്കി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഞാൻ അവിടെ അവസാനിപ്പിക്കും. പിന്നെ പോസസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് പോസ് മാത്രമേ കാണിച്ചുള്ളൂ അല്ലേ. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസസ് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ് ഞാനൊരു ഫീമെയിൽ ക്രോക്കിയുടേതും മെയിൽ ക്രോക്കിയുടേതും എങ്ങനെ ബ്ലോക്ക് ഫിഗർ വരച്ച് അതിൽ ഷേപ്പ് ചെയ്തെടുത്ത് റെൻഡർ ചെയ്യുക എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കുറച്ച് ലാഗ് ആവുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറൊന്നും നമുക്ക് വേറെ മുന്നോട്ടേക്ക് പോകാൻ കഴിയൂല. അപ്പോൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ വ്യൂസ് കുറവാണ്. ശരിയാ, ഞാൻ നോക്കുമ്പോൾ ഈ ക്രോക്കി റിലേറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ വ്യൂസ് എല്ലാം ഭയങ്കര കുറവാണ്. പക്ഷെ വ്യൂസ് കുറഞ്ഞാലും നമുക്ക് ഈ ടോപ്പിക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പോവുള്ളൂ. കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും ആളുകൾക്ക് കാണുന്നതൊക്കെ ഇഷ്ടം. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊക്രിയേറ്റ് റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് ഫുള്ള് പ്രൊക്രിയേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അങ്ങനെ നമുക്ക് ഓരോ വീക്ക്ലി ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും ചിത്രവസ്ത്രയുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.